നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കസേര പിടിക്കാൻ കടമ്പയേറെ. തമിഴ്നാട്ടിൽ ചിന്നമ്മയുടെ സത്യപ്രതിജ്ഞ തുലാസിൽ. ശശികല ഉൾപ്പെട്ട അനധികൃത സ്വത്ത് കേസിൽ സുപ്രീം കോടതി ഒരാഴ്ചയ്ക്കകം വിധി പറയാനിരിക്കെ നിയമോപദേശം തേടി തമിഴ്നാട് ഗവർണർ C. വിദ്യാസാഗർ റാവു. സത്യപ്രതിജ്ഞാ ചടങ്ങ് കോടതി വിധി വന്ന ശേഷമെന്നും സൂചന. അടുത്ത ആഴ്ച വരാനിരിക്കുന്ന സ്വത്ത് കേസിലെ വിധി ശശികലയ്ക്ക് പ്രതികൂലമായാൽ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാനാകില്ല. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് വീണ്ടും ഭരണ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഗവർണർക്ക് അറ്റോർണി ജനറലിന്റെ നിയമോപദേശം. തമിഴ്നാട്ടിൽ തുടരുന്ന അനിശ്ചിതത്വങ്ങൾക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെന്നും അഭ്യൂഹം. അതേസമയം ചിന്നമ്മയുടെ സ്ഥാനാരോഹണത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ എതിർപ്പ്. ശശികല മുഖ്യമന്ത്രിയായാൽ പാർട്ടിയിൽ തുടരണോ എന്നത് സംബന്ധിച്ച് പ്രവർത്തകരുമായി ചർച്ച ചെയ്യുമെന്ന് ഒരു വിഭാഗം. സ്ഥാനാരോഹണം സംസ്ഥാനത്ത് വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കുമെന്നും നേതാക്കൾ. മറനീങ്ങിയ ഭിന്നത. ലോ അക്കാദമി പ്രശ്നത്തിൽ CPI നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രസ്താവനയെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം. CPI സ്വീകരിക്കുന്നത് സർക്കാരിനെയും മുന്നണിയെയും നിരന്തരം വെട്ടിലാക്കുന്ന നിലപാടെന്ന് CPM. വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്നും ആവശ്യം. CPM-നെ പ്രകോപിപ്പിച്ചത് ലോ അക്കാദമി സമരത്തിൽ BJP-ക്കൊപ്പം വരെ നിലയുറപ്പിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന CPI നിലപാട്. ഭൂമി തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന മുഖ്യമന്ത്രി പിണറായിയുടെ വാദത്തെ അപഹാസ്യമാക്കി വിലയിരുത്തിയ ജനയുഗത്തിന്റെ നിലപാടിലും അതൃപ്തി. ലോ അക്കാദമി ഒരു പൊതുരാഷ്ട്രീയ പ്രശ്നമായിരിക്കെ മന്ത്രിസഭയിലോ മുഖ്യമന്ത്രിയുമായോ ആലോചിക്കാതെ റവന്യൂ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടതിലും എതിർപ്പ്. CPI നിലപാടുകളെ വിമർശിച്ച EP ജയരാജൻ മറുപടി അർഹിക്കുന്നില്ലെന്ന കാനത്തിന്റെ പ്രസ്താവനയും മുഖ്യമന്ത്രിക്കും SFIക്കുമെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച പന്നിന്റെ നിലപാടുകളിലും പ്രതിഷേധം. റവന്യൂ റിപ്പോർട്ട് ഇന്ന്. ലോ അക്കാദമി ഭൂമി പ്രശ്നത്തിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ സെക്രട്ടറിക്ക് മന്ത്രി E. ചന്ദ്രശേഖരന്റെ നിർദ്ദേശം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ റിപ്പോർട്ട് ചർച്ച ചെയ്തേക്കും. അതിനിടെ ലോ അക്കാദമി ഭൂമിയുടെ കാര്യത്തിൽ സർക്കാർ പിന്നോക്കം നിൽക്കുന്നത് സ്ഥാപനം CPM നിയന്ത്രണത്തിലുള്ള സൊസൈറ്റി കീഴിൽ കൊണ്ടുവരാനെന്ന് ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അക്കാദമിക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകിയാൽ കോടതിയിൽ നേരിടുമെന്ന് K. മുരളീധരൻ. സർക്കാരിന്റേത് ലോ അക്കാദമിയെ മാർക്സിസ്റ്റ് വൽക്കരിക്കാനുള്ള ശ്രമമെന്നും വിമർശനം. ക്യാമ്പസിന് മുന്നിൽ മുരളീധരന്റെ നിരാഹാരം 7ാം ദിവസത്തിലേക്ക്. അതേസമയം ഇന്നലെ ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ അക്കാദമിക്കെതിരെ നടപടി വേണ്ടെന്ന തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് കോൺഗ്രസും BJP-യും. UDF അംഗങ്ങൾ കൊണ്ടുവന്ന പ്രമേയം വോട്ടിനിട്ട് തള്ളിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്ന് പ്രതികരണം. ബ്രിട്ടനും ട്രംപിനെ വേണ്ട. കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ എതിർപ്പറിയിച്ച് ബ്രിട്ടനും. അമേരിക്കൻ പ്രസിഡന്റിനെ പാർലമെന്റിൽ സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് ബ്രിട്ടീഷ് സ്പീക്കർ ജോൺ ബെർകൌട്ട്. റോയൽ ഗാലറിയിലേക്കുള്ള ട്രംപിന്റെ പ്രവേശനം തടയാൻ തന്നാലാകുന്നതെല്ലാം ചെയ്യുമെന്നും വിശദീകരണം. സ്പീക്കറുടെ നിലപാട് സ്വാഗതാർഹമെന്ന് മുഖ്യപ്രതിപക്ഷമായ ലേബർ പാർട്ടിയും സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയും. ട്രംപിന്റെ ബ്രിട്ടൻ സന്ദർശനം റദ്ദാക്കണമെന്ന പരാതികൾ ഈ മാസം അവസാനം പാർലമെന്റ് ചർച്ച ചെയ്യാനിരിക്കെ സ്പീക്കറുടെ നിലപാട് നിർണായകം. 2 ആഴ്ച മുൻപ് പ്രധാനമന്ത്രി തെരേസ മേ നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് ട്രംപിന്റെ ബ്രിട്ടനിലേക്ക് ക്ഷണിച്ചത്. നിയമം മറന്ന നടപടി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരായ നടപടി ശുപാർശയിൽ മുഖ്യമന്ത്രി നിയമോപദേശം തേടിയത് ചട്ടലംഘനമെന്ന് ആരോപണം. ധനവകുപ്പ് പരിശോധനയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തലത്തിൽ നേരിട്ട് നടപടി സ്വീകരിക്കാമെന്നിരിക്കെ നടന്നത് ഇരട്ടത്താപ്പെന്നും വിമർശനം. ധനവകുപ്പ് സെക്രട്ടറി KM എബ്രഹാം ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ജേക്കബ് തോമസ് 15 കോടിയുടെ അഴിമതി നടത്തിയെന്ന് കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തത വരുത്താൻ നിയമ സെക്രട്ടറിയോ അഡ്വക്കേറ്റ് ജനറലിനെയോ ചുമതലപ്പെടുത്താതെ DGP-യിൽ നിന്ന് നിയമോപദേശം തേടിയതും ദുരൂഹം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.